വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. വായനയെ ലഹരിയാക്കണമെന്ന് മന്ത്രി വിദ്യാർത്ഥികളോട് പറഞ്ഞു. കവിത ചൊല്ലിയും ക്വിസ് മാസ്റ്ററായും വിദ്യാർത്ഥികളോട് സംവദിച്ചുകൊണ്ടാണ് മന്ത്രി വായനാ പക്ഷാചരണം ഉദ്ഘാടനം ചെയ്തത്. വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. സിലബസിനപ്പുറത്തുള്ള അറിവുകൾ നേടാൻ വായനയിലൂടെ മാത്രമേ കഴിയൂ എന്നും വായനയെ ലഹരിയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വായിച്ചെങ്കിൽ മാത്രമേ വളരാനാകൂ. ഒരു സമൂഹത്തെ വായനയിലേക്ക് ആനയിക്കാൻ പ്രചോദനമായ പി.എൻ. പണിക്കർ വായനയുടെ പ്രസക്തി ജനങ്ങളിൽ എത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വായന ഒരു ലഹരിയാക്കി മാറ്റണം, വായിച്ച് വളരണം. അതാണ് നമ്മുടെ ഭാവി ജീവിതത്തെ സംബന്ധിച്ചോളം നമ്മൾ സിലബസിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തെക്കാൾ അപ്പുറത്ത് അറിവ് സമ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല മാർഗം വായനയാണ്. ആ വായന ഒരു ലഹരിയായി മാറണം. ആ ലഹരിയിലേക്ക് എല്ലാവരും കടന്നു വരാൻ ഈ വായനാ ദിനത്തിൽ നിങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരായി മാറണം എന്ന് നിങ്ങളുടെ എല്ലാ വിവേക പ്രബുദ്ധതയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സ്കൂൾ ഏറ്റവും ഉന്നതമായ വിജയശതമാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളെ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. അതിന് പ്രാപ്തരാക്കിയ സ്കൂൾ അധികൃതരെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും PTA-യും എല്ലാം അനുമോദിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 34 A+ +2-നും 21 A+ SLC-ക്കും നേടി എല്ലാ വർഷവും 100% വിജയശതമാനം കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്ന ഈ കലാലയം, ഞാൻ ആദ്യം വയലാറിൻ്റെ വരികൾ പാടിയതുപോലെ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ, വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധയാഗം നടക്കുകയാണു ഞാൻ എന്ന് പാടിപ്പോകുന്ന ആ കവിത പോലെയാണ് ഇതിൻ്റെ വിജയവും ഇതിൻ്റെ ചൈത്രയാത്രയും മുടക്കാൻ ആർക്കും സാധ്യമല്ലാത്ത രൂപത്തിൽ ഈ മഹത്തായ കലാലയം വിശുദ്ധ ചാവറയച്ചൻ്റെ സ്മരണകൾ ഇറങ്ങുന്ന ഈ അന്തരീക്ഷത്തിൽ നല്ല വിജയശതമാനം കരസ്ഥമാക്കിക്കൊണ്ടിനിയും മുന്നോട്ട് പോകാൻ ഇടപെട്ട്. കവിതകളും ചോദ്യോത്തരങ്ങളും കളം നിറഞ്ഞു നിന്ന ചടങ്ങിലാണ് വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നത്. മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് കവിത കൊണ്ട് ചോദ്യമെറിഞ്ഞുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. മന്ത്രി ക്വിസ് മാസ്റ്ററാകുന്നതും കവിത ചൊല്ലി ചോദ്യം ചോദിക്കുന്നതും കണ്ട് ആദ്യം അമരുന്നെങ്കിലും കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങി. വായനയുടെയും അറിവിൻ്റെയും മലയാള കവിതകളുടെയും ആഘോഷവേദിയായി മാറുകയായിരുന്നു വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തരമാധൂരാപൂരി ഉത്തരരോമാഞ്ചത്തിലുള്ള വിസ്തൃത രാജാവീഥി തൻ കിഴക്കരുകിൽ. മനോഹരമായ ഒരു മഹാകവിയുടെ കവിതയാണ്. ആരാണ് ഈ കവി എന്ന് പറയാമോ? ഏതാണ് ആ പുസ്തകം എന്ന് പറയാമോ? യെസ്, അവിടെ ഒരു രക്ഷകർത്താവാണ്, ടീച്ചറാണ്. ഒരു ആൻസർ ഉണ്ടായിരിക്കുന്നു. മഹാകവി കുമാരനാശാന്റെ കവിതയാണ്. കൺഗ്രാജുലേഷൻ. ഓക്കെ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ശരിയാ, കൺഗ്രാജുലേഷൻ മൈറ. അപ്രതീക്ഷിതമായ തത്സമയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞവർക്കെല്ലാം വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ഒരുക്കിയ ട്രോഫികൾ മന്ത്രി കൈമാറി. പ്രസംഗം വിട്ട് കവിതകളുടെ ലോകത്തേക്ക് സദസ്സിനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു മന്ത്രി. വള്ളത്തോളിൻ്റെയും വയലാറിൻ്റെയും കുമാരനാശാന്റെയും ചങ്ങമ്പുഴയുടെയും ONV-യുടെയും കവിതകൾ വരികൾ തെറ്റാതെ ഈണത്തിലും താളത്തിലും ചൊല്ലി മന്ത്രി ചോദ്യങ്ങൾ ചോദിച്ചു. 18 ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞവർക്കെല്ലാം ട്രോഫിയും നൽകിയാണ് മന്ത്രി മടങ്ങിയത്. കഴിഞ്ഞ അധ്യയന വർഷം മാന്നാനം സെന്റ് എഫ്രൈംസ് സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷയായിരുന്നു. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാണി, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഉപഡയറക്ടർ KR പ്രമോദ് കുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A. അരുൺകുമാർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു K. ജോർജ്, സെക്രട്ടറി അഡ്വക്കേറ്റ് N. ചന്ദ്രബാബു, P.N. പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി PGM നായർ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ VV മാത്യു,
അക്ഷര മ്യൂസിയം സ്പെഷ്യൽ ഓഫീസർ സന്തോഷ് കുമാർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഷൈജു തെക്കഞ്ചേരി, മാന്നാനം സെന്റ് ജോസഫ്സ് ആശ്രമം മാനേജർ ഫാദർ കുര്യൻ ചാലങ്ങാടി, മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടെസ്സി ലൂക്കോസ്, ഹെഡ് മാസ്റ്റർ ബെന്നീസ് കറിയ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR സിന്ധുമോൾ എന്നിവർ പ്രസംഗിച്ചു. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയാണ് വായനാ പക്ഷാചരണ ചടങ്ങുകൾ നടക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.